നമസ്കാരം. നടൻ ശ്രീനിവാസൻ. കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നന്നായി. കാരണം ആ മുഖം ഇന്നത്തെ ഒരു രീതിയിൽ കാണാൻ അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. അത് കാണുമ്പോൾ ആർക്കൊരു വിഷമമുണ്ടാവുമല്ലോ. അതിൻ്റെ പേരിലാണ് പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞത്. പിന്നെ എല്ലാവരും പോകണമല്ലോ ഇവിടുന്ന്. ഓരോരുത്തർ ചിലർ നേരത്തെ പോകും, ചിലർ പിന്നീട് പോകും. ഏതായാലും ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ കലാപരിപാടികളൊക്കെ, ഭൂമിയിലെ കലാപരിപാടികളൊക്കെ തീർത്തു. ഇനി സ്വർഗസ്ഥനാവുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ നാടകവും സിനിമയ്ക്കും അവിടെ. അവർ ഭാഗ്യവാന്മാർ. നമുക്ക് സങ്കടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം കൃത്യമായിട്ട് പറയാം, നികത്താനാവാത്ത വിടവാണത്. നികത്താനാവാത്ത വിടവ്. നമസ്കാരം. ശ്രീനിവാസനെ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അടുത്ത് കണ്ടു. ഞാൻ KPSC സമയത്ത് കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ. KPSC അവിടെയുള്ള നടന്മാരൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എനിക്ക്. അതിന് താപനിലയം നാടകം കളിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയി. അത് വലിയ ഹോളിലാണ്. മത്സരത്തിനോ മറ്റാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ റിഹേഴ്സൽ റൂമിൽ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞു ശ്രീനിവാസൻ നല്ലൊരു സ്വരം വരുന്നത്. എനിക്ക് അത് മനസ്സിലായില്ല, ഞാൻ ശ്രദ്ധിച്ചുമില്ല. നാടകം തുടങ്ങി, നാടകം അവസാനിച്ച സമയത്ത് ഒരാൾ നമ്മളുടെ ഈ മങ്കി ക്യാപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ മറിച്ച് തണുപ്പത്തിടുന്നത്, തണുപ്പ് കാലമായിരുന്നു അതൊരാൾ വരികയാണ്. അതാണ് ജോൺസൺ മാഷുണ്ട്, അവിടെയുള്ള മറ്റുള്ള നടന്മാർ, KPSC ഖാൻ, എല്ലാവരും ഉണ്ട്. നമസ്കാരം. ഇപ്പോൾ ഒരു നമസ്കാരം പറഞ്ഞു. അപ്പോഴേയും അതിലൊരു യുവനടനുണ്ട്, രാജ്കുമാർ, പറഞ്ഞു, ഇതാരാ മനസ്സിലായത്? എങ്ങനെയാ പറഞ്ഞത്? ഇതാരാ മനസ്സിലായത്? ഏത് നമ്മുടെ ശ്രീനിവാസനാ? എന്നിട്ട് അങ്ങനെ തന്നെ ഇത് ഊരി ശ്രീനിവാസനാ. അപ്പോൾ കണ്ടില്ലല്ലോ, വേദിയിലല്ല, സദസ്സിലൊന്നും കണ്ടില്ലല്ലോ. ഞാൻ പുറകിലുണ്ടായിരുന്നു. അതെന്ത് മുന്നിൽ വന്നിരിക്കണ്ടേ, VIP ആയിട്ട്? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എത്രയായാലും ഒരു സിനിമാ നടനൊക്കെ അല്ലേ, ആൾക്കാർ അങ്ങോട്ട് ശ്രദ്ധിക്കും. എനിക്ക് ഈ നാടകം കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. KPSC നാടകം കാണാൻ എനിക്ക് വലിയ മോഹമാണ്. മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാൻ നടക്കാൻ ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ കാണാൻ വന്നതാണ്. അതുകൊണ്ടാണ് നാടകം തുടങ്ങി സദസ്സിൽ ലേറ്റൊക്കെ ഓഫ് ചെയ്ത ശേഷം അങ്ങനെ കയറി വന്നിരിക്കുകയാണ് ചെയ്തത്. അതിന് സ്റ്റേജിൽ വന്ന് എല്ലാവരും പരിചയപ്പെട്ടു. ഒന്ന് രണ്ട് പേരുടെ എൻ്റെ അഭിപ്രായം പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു. അതാണ് എനിക്ക് ശ്രീനിവാസനുമായിട്ടുള്ള യാത്രയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. കണ്ടിടത്തോളം ഒരു പാവം മനുഷ്യൻ, അത്രേ തോന്നിയുള്ളൂ. ഏതായാലും ഇപ്പോൾ ശ്രീനിവാസൻ്റെ അദ്ദേഹത്തെ പല ഇതിലും വരുമല്ലോ, ഈ വേദികളിലൊക്കെയും വരുമല്ലോ. ഈ ചക്രക്കസേരയിലിരുന്ന്, വീൽ ചെയറിലൊക്കെ ഇരുന്ന് വരുന്നു. നടക്കാൻ പറ്റില്ല. അന്നത്തെ ശ്രീനിവാസൻ്റെ മുഖത്തിൻ്റെ ഒരു നമ്മൾ എത്ര സൂക്ഷിച്ചു നോക്കിയാൽ പോലും അത് കിട്ടുന്നില്ല. അത് കാണുന്ന സമയത്ത്, അതായത് ഒന്നും ചെയ്യാൻ കഴിയാനാകാത്ത ശ്രീനിവാസൻ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ജയനുണ്ട്, പ്രേം നസീറുണ്ട്, സത്യം മാഷുണ്ട്. അപ്പം അവരുടെയൊക്കെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ വരിക? ഞാൻ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പോയിട്ട് ഞാനും ഒരു ബാബുജിയും കൂടി അവിടെ വൃത്തിയാക്കുകയുണ്ടായിരിക്കുക. എൻ്റെ സന്തോഷം അദ്ദേഹത്തിൻ്റെ ചെറിയ കീഴിൽ. അപ്പം അവിടെ പോകുമ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് പല്ലക്കും കൊഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങാ വരണേ എന്നൊക്കെ ചോദിച്ച് അങ്ങനൊരു നസീറിനെ എല്ലാം നമ്മൾ കാണുന്നത്. എപ്പോഴും എൻ്റെ മനസ്സിൽ നസീർ ആരാന്നറിയോ? ലക്ഷാർച്ചന കണ്ട, അതെൻ്റെ മനസ്സിൽ. അതിന്നും അതുപോലെ നിലനിൽക്കുകയാണ്. കാരണം എന്താ? ആ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ ആളുടെ വഴിക്ക് പോയി. അതുപോലെ സത്യം മാഷ് നമുക്ക് മറ്റൊരു രൂപത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. ജയൻ്റെ കാര്യം പിന്നെ പറയണ്ട. ജയനിപ്പോൾ ജീവിച്ചിരിക്കുക 85 വയസ്സായി. ആരും സങ്കല്പിക്കുന്നുണ്ട് ഒരു വടിയൊക്കെയും കുത്തിപ്പിടിച്ച്. അപ്പം ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട്,
ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം തന്നെ എൻ്റെ പല്ലൊക്കെ പോയി തുടങ്ങി. പുതിയ പല്ല് വെക്കണം. എല്ലാ പല്ലും വെച്ചതാ. ഈ പിന്നെ വായിക്കാവോ എന്നെങ്കിൽ പറഞ്ഞാൽ പിന്നെ എന്തിനു കൊള്ളാൻ തന്നെ. അപ്പം ഞാൻ തന്നെ വിചാരിക്കും ഇങ്ങനെ നല്ല പൊട്ടിത്തെറിക്കുമ്പോൾ നല്ല ശബ്ദം ഉണ്ടാവണം. അത് നനഞ്ഞ പടകാവരുത്. ആയതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ദിവസം ഓരോ ദിവസവും രാത്രി കഴിഞ്ഞ് പല എഴുന്നേൽക്കും ഞാൻ വിചാരിക്കും ഇന്നുണ്ടല്ലേ ബോണസ്, ഇന്നും കൂടി എനിക്ക് കിട്ടി, ബോണസ് കിട്ടി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ശ്രീനിവാസൻ്റെ ആ അവസാന കുറച്ച് കാലഘട്ടം ഒരു കൊല്ലത്തോളം അദ്ദേഹം ഒന്ന് വീണുവെച്ചാൽ അദ്ദേഹത്തിന് അസുഖത്തിൽ വീണുപോയി. പിന്നീട് അതേപോലെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അപ്പം അദ്ദേഹത്തെ ഏത് വേദന വെച്ച് കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ വരിക നമ്മളുടെ അപ്പക്കാള അല്ലെങ്കിൽ നമ്മളുടെ സന്ദേശം സിനിമയിലെ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പം അത് കാണുമ്പോൾ ഒരു സങ്കടം നമുക്ക് തോന്നാറുണ്ട്. അതുമാത്രമല്ല, സങ്കടം എന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത് മാത്രമല്ല, നമ്മളും ഈ ലോകത്തിൽ ജീവിക്കുകയാണല്ലോ. ഓരോ ദിവസം കൂടുമ്പോഴും ഓരോ ദിവസം നമ്മളുടെ ആയുസ് കുറഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നത്. ഈശ്വര, ഈ രീതിയിൽ മറ്റുള്ളവരെ പരസഹായത്തോടു കൂടി ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം സ്വന്തം മക്കളാണെങ്കിൽ പോലും അത് വരരുത്. അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നന്നായി ഒരർത്ഥത്തിൽ എന്ന് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആര് മരിച്ചാലും പറയും, ഏത് മണവളാഞ്ചൽ മരിച്ചാലും നമ്മൾ പറയും, പത്രത്തിൽ പറയും നികത്താനാവാത്ത വിടവ് എന്ന്. എല്ലാ വിടവും നികത്താൻ പറ്റും, പക്ഷേ ചിലപ്പോൾ കാലം പിടിക്കും. ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട് ദേവാസുരം സിനിമ, ഇതിപ്പോൾ ഞാൻ ഒരുക്കി പുറപ്പെടുകയാണ്, ദേവാസുരം സിനിമ വീണ്ടും എടുക്കണം. അതിൻ്റെ രഞ്ജിത്തിനെ കണ്ടു, പിന്നെ ഐ വി ശശിയോ ആരെയൊക്കെ കണ്ടു, എത്ര കോടി വേണി തരാം. അവരെന്താ പറയുന്നത് അറിയോ? വേണ്ട. കാരണം എന്താണ്? എവിടെയാണ് ഇന്നസെൻറ്റ്? എവിടെയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ? അപ്പം അതിനകത്ത് ആ വേഷം പിന്നെ മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പിടിക്കില്ല. കുതിരാട്ടം പപ്പു ഇവിടെ, കുതിരാട്ടം പപ്പു താമരശ്ശേരി ചുരം, ഇനി ആർക്ക് പറ്റും? അത് താമരശ്ശേരി ചുരം ആർക്ക് പറ്റും? താമരശ്ശേരി ചുരത്തിൽ കൂടെ പോകുന്ന സമയത്ത് എല്ലാവരും ഓർമ്മിക്കുക കുതിരട്ടം പപ്പൂനെയാണ്. അതുപോലെയാണ് കഥാപാത്രമായിട്ട് അങ്ങനെയുള്ള മഹാനുഭാവന്മാരായിട്ടുള്ള ആളുകൾ. അപ്പം അവരൊക്കെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ജയചന്ദ്രൻ, ഗായകൻ ജയചന്ദ്രൻ, മഞ്ഞലയിൽ മുങ്ങി, അങ്ങനെ അവരുടെ സംഗീതം, ദക്ഷിണാമൂർത്തിയുടെ, ബാബുരാജിൻ്റെ സംഗീതം, നല്ല നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ, അച്യുതമേനെ പോലുള്ള ആളുകൾ, KV സുരേന്ദ്രനാഥിനെ പോലുള്ള ആളുകൾ. അപ്പം എല്ലാ നികത്താനാവാത്ത വിടവുകൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കൃത്യമായിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന ഒരാളാണ് നമ്മളുടെ സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ. കാരണം അദ്ദേഹത്തിന് എഴുതാനറിയാം, അഭിനയിക്കാനറിയാം, ഡയറക്റ്റ് ചെയ്യാനറിയാം. ശ്രീനിവാസൻ്റെ സിനിമ വരുന്നു പറഞ്ഞാൽ പെണ്ണുങ്ങൾ മുഴുവൻ പറയും ശ്രീനിവാസൻ്റെ സിനിമ വരണ്ടത്രേ. കാരണം എന്താ? അവർക്ക് പോയി കാണാൻ കുറേ കാര്യങ്ങളുണ്ടാവും. ഞാൻ ശ്രീനിവാസൻ്റെ പല സിനിമകളും, ശ്രീനിവാസൻ മറ്റേ ഇവിടേക്ക് ശബരിമലയിൽ തിരിച്ചു പോയി വന്നിട്ട് മാല ഊരാതെ നിൽക്കുന്ന ഒരു സിനിമയുണ്ട്. അതിലൊക്കെ ഒരുപാട് തന്ത്രങ്ങൾ, ആശയപരമായിട്ടുള്ള തന്ത്രങ്ങൾ, അഥവാ ആശയവിന്യാസത്തിൻ്റേതായിട്ടുള്ള തന്ത്രങ്ങൾ അതിനകത്ത് കുരുത്തട്ടുണ്ട്. സന്ദേശം സിനിമ എനിക്ക് തോന്നുന്നത് അടുത്തൊരു 500 വർഷം ഓടുന്നാണ് തോന്നുന്നത്. കലാതിവർത്തികളായിട്ടുള്ള ഡയലോഗുകൾ, പോളണ്ടിനെ കുറിച്ചൊരു അക്ഷരം മിണ്ടരുത്, അവിടെ എല്ലായിടത്തും. അതുപോലെ അദ്ദേഹം മറ്റൊരു അറബി കഥ എന്നും പറഞ്ഞ് അവിടെ പോയിട്ട് അദ്ദേഹം അവസാനം ആ ഒട്ടകങ്ങളെയും ആടുകളെയും മേയ്ക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് കണ്ടിട്ട് വേറെ ഞാൻ പറയും അത്ര മോശമാക്കൊന്നും വേണ്ട പറയും. നമ്മുടെ സീരിയൽ നടികൾ പറഞ്ഞ പോലെ വേലക്കാരിയാ, 3 അടക്കം പുട്ടിയിട്ടിട്ടാണ് വരിക, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് വരിക, വേലക്കാരിയാ. സീരിയലിൽ അങ്ങനെയാണല്ലോ. പക്ഷെ ഇത് ജീവിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തിരക്കഥ എഴുതിയിട്ടുള്ള സന്ദേശത്തിൽ അദ്ദേഹം അവിടെ ജൂനിയർ നടനാണ്. നമ്മളുടെ മറ്റേ ഇയാളുടെ എന്തായാലും പറയുക, തിലകരുടെ എനിക്ക് അടി വാങ്ങി കെട്ടുന്ന രംഗാണത്, ജയറാമിനൊക്കെ. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ചെറുതാക്കും. എൻ്റെ തിരക്കഥയാണ്, എൻ്റെ കഥയാണ്,
അതുകൊണ്ട് ഞാനാണ് നായകൻ, അങ്ങനെയല്ല. അവരേതാണ് മറ്റേ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലൊക്കെ അവസാന രംഗങ്ങളിൽ ആ പല്ലയ്ക്ക് ആ വേഷത്തിൽ കണ്ട ശ്രീനിവാസൻ്റെ അടുത്ത് നമ്മൾ അടുക്കൽ കൈ കൊടുക്കാൻ പോലും എടുക്കില്ല. അപ്പം പലപ്പോഴും അത് അതിനാണ് ഡെഡിക്കേഷൻ എന്ന് പറയുക. ഡെഡിക്കേഷൻ. ഈ സംവിധായകന്മാർക്ക് സ്വഭാവമുണ്ട്. പുതിയ നടന്മാരൊക്കെ അഭിനയിക്കാൻ വരുന്ന സമയത്ത് അവർ പറയും, അതേ ആ മുടി ഭക്ഷണം വരും കേട്ടോ. അപ്പോൾ ഒരു സാറേ മറ്റേ മുടിയിൽ ഒതുക്കി വെച്ചാൽ പോരെ, എന്നാൽ നീ പൊക്കോളാൻ പറയും. കഥാപാത്രമാകുക. അത് ശാരീരികമായിട്ട് മാത്രം പോരാ. ഒരു കഥാപാത്രം ഭ്രാന്തനാണെങ്കിൽ, ഒരു മുക്കുവനാണെങ്കിൽ, ഒരു സന്യാസിയാണെങ്കിൽ, ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അവർക്കൊരു മാനറിസം ഉണ്ടായിരിക്കും. അവർ കൈ ഉയർത്തി കാണിക്കുന്ന ഒരു മാനറിസം ഉണ്ടായിരിക്കും. നമ്മൾ ഒരാളോട് പറയുകയാണ് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൻ്റെ വിരൽ അയാളുടെ പൊക്കിളിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ നമ്മൾ കീഴടങ്ങിയെന്ന് അർത്ഥം. അതേ സമയത്ത് നമ്മുടെ കയ്യിൻ്റെ വിരൽ അയാളുടെ നെറ്റിയുടെ അവിടേക്കാണെങ്കിലോ, ആ പുരികത്തിൻ്റെ ഇടയിലുള്ള നെറ്റിയുടെ അവിടേക്ക് വെറുതെ ചൂണ്ടിയാൽ മതി. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ പണി ഞാൻ തീർക്കുന്നു. അതുകൊണ്ട് ജസ്റ്റേഴ്സ് ഓരോ വിരലിനും പ്രാധാന്യമുണ്ട്. വോയിസ് കൺട്രോൾ. വെറുതെ ഡയലോഗ്സിനെ വിളിച്ചു പറയല്ല. ഒരു തണ്ടല്ല ചെമ്പുകോഴി ഡയലോഗ്സ് വിളിച്ചു പറയലല്ല, അതിൻ്റെ മോഡുലേഷൻസ്. ഒരു സെൻറ്റൻസിനകത്ത് 5 വാക്കുണ്ടെങ്കിൽ അതേത് വാക്കിനെയാണ് സ്ട്രെസ് ചെയ്യേണ്ടത്? എനിക്ക് ഒരു കാറ് വേണം, എനിക്ക് ഒരു കാറ് വേണം, ഇത്രയേ ഉള്ളൂ. അതിന് എത്ര മോഡുലേഷൻ, എത്ര രീതിയിൽ പറയാൻ പറ്റുമോ? എനിക്കൊരു കാറ് വേണം, അതിൻ്റെ അർത്ഥം എന്താ? ബാക്കി ആർക്കും എന്ത് കൊടുത്താലും എനിക്കൊരു കാറ് വേണം, വീട്ടിൽ ഭാഗം വയ്ക്കുക. എനിക്ക് ഒരു കാറ് വേണം, എനിക്ക് അധികമൊന്നും ഇല്ലെങ്കിൽ ഒരു കാറ് വേണം. എനിക്കൊരു കാറ് വേണം, എനിക്ക് വേറെ ഒന്നും വേണം, കാറ് എനിക്കും പറയാം എനിക്കൊരു കാറ് വേണം. അവിടെ വേണം എന്നുള്ളതിനാണ് അവിടെ സ്ട്രെസ് കൊടുക്കുന്നത്. അപ്പോൾ അർത്ഥങ്ങൾ മാറിപ്പോവുകയാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന പല ആൾക്കാരും കെട്ടിച്ചമഞ്ഞ് വരും. അഭിനയം ഒരു ശാസ്ത്രമാണ്. അകലെ കാണുന്ന ആളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സിനിമയിലല്ലേ, മൈക്കിൽ കൂടിയല്ലേ, എന്താ സുഖമാണോ എന്നല്ല, ഇയാൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവുക, ഒരു ഫർലോങ് അപ്പുറത്ത് നമ്മൾ സുഖമാണോ എന്ന് ചോദിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ മറ്റേ KPSCയിൽ നിന്ന് പഠിച്ച ചില റുഡിമെൻ്റൽ പ്രോഗ്രാംസ് അത് വെച്ചുകൊണ്ട് ഇവരുടെ അഭിനയം കാണുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കാറുണ്ട്. അവർ ആ കഥാപാത്രമായിട്ട് മാറുന്നത്. പലപ്പോഴും ശ്രീനിവാസനെ നഷ്ടപ്പെടുത്തുകയാണ് കഥാപാത്രത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്ന മറ്റൊരു സിനിമയാണ്, ഇയാൾ സൂപ്പർ സ്റ്റാറായിട്ട് വന്നല്ലോ, ഒരു കഥ എന്നോ മറ്റോ പറഞ്ഞത് ഒരു സിനിമയാണ്, അതിൻ്റെ പേര് ഓർക്കുന്നില്ല. അതിൽ ഇയാൾ ബാർബറാണ്. ബാർബറ, വ്യത്യസ്തനായൊരു ബാർബറാം ബാലനെ സത്യത്തിലായി തിരിച്ചറിഞ്ഞ ആ പാട്ടൊക്കെ ഉള്ളത്. അതിൽ അവസാനത്തെ രംഗം വന്നപ്പോൾ എനിക്ക് തോന്നിയത് മമ്മൂട്ടി തോറ്റോന്ന് തോന്നുകയാണ് എനിക്ക്. കിളിച്ചുണ്ടൻ മാമ്പഴം സിനിമയിലാണെന്ന് തോന്നുന്നുണ്ട്. അതിനകത്ത് കിളിച്ചുണ്ടൻ മാമ്പഴം തന്നെ എനിക്ക് മുഴുവൻ നമ്മളതന്നെ അതിനകത്ത് മുങ്ങി കഴിയാത്ത കാര്യമുണ്ട്. അതിൽ അവസാനം മോഹൻലാലൊക്കെയാണ് നായകൻ. പക്ഷേ അതിലൊരു മുസ്ലിയാരായിട്ടാണ് ഇയാൾ അഭിനയിക്കുന്നത്, ഒരു വിഡ്യാൻ മുസ്ലിയാരായിട്ട് 3 കെട്ട് കെട്ടി 4ാമത്തെ കെട്ട് കെട്ടാൻ നിൽക്കുന്നു. അതിൽ അവസാനം ആ പെൺകുട്ടി മോഹൻലാലിൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള, അത് പറ്റില്ലല്ലോ, ഒന്ന് മാപ്പ് പറഞ്ഞോട്ടെ പറഞ്ഞിട്ട് ഇയാളുടെ കാല് പിടിക്കുന്നു. എന്നിട്ട് തിരിച്ചു വന്ന് നിങ്ങളുടെ ഒപ്പം ഞാൻ താമസിച്ചോളാം എന്ന് പറയുന്നു. ആ സമയത്ത് ഇങ്ങനെ സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, തലാഖ് തലാഖ് തലാഖ്. 3 വട്ടം മൊഴി ചൊല്ലി ഞാൻ ഒഴിച്ചു വിട്ടിരിക്കുന്നത്. ആ ഒരൊറ്റ സംഭവത്തോടു കൂടി ആ സിനിമയുടെ നായകനാരായി? ശ്രീനിവാസനായി. അവരെ പല രംഗങ്ങളും അതെ അവസാനം കയ്യിലെടുക്കും. ഏതായാലും അത്തരം ആളുകളൊക്കെ വിട പറഞ്ഞ് പോകുമ്പോൾ ആ ഒരു ഭാഗം അവിടെ ശൂന്യമായിട്ട് കിടക്കും. അനുഭവങ്ങൾ പാളിച്ചകൾ സിനിമയിൽ, അനുഭവങ്ങൾ പാളിച്ചകൾ സിനിമ വീണ്ടും എടുക്കാൻ പോകണം. മമ്മൂട്ടിയെ സമീപിക്കും. മമ്മൂട്ടി പറയുന്നത് എനിക്ക് വേറെ വല്ല ജോലിയൊന്നുമില്ല ചോദിക്കും. ആരോടോ അഭിനയിക്കാൻ ചോദിക്കും. സാറ് എന്നെ കിട്ടൂല എന്ന് പറയും. കാരണം അതവിടെ ചെയ്ത് വെച്ച് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ. അതുപോലെ തന്നെ
ഭാർഗ്യമി നിലയത്തിലെ പ്രൈം മിനിസ്റ്ററും മധു. അത് വേറെ ആര് ചെയ്താലും പിടിക്കില്ല മനസ്സിൽ. ആ പ്രൈം നസീർ, എൻ്റെ ദൈവമേ, ആ വീണയും കയ്യിൽ വെച്ച് എന്തേ വരുവാന്ന് പാടുമ്പോൾ അവിടെ ഇനി സാക്ഷാൽ ബ്രഹ്മാവ് വന്നാലും അവിടെ ഇങ്ങനൊരു ചേഞ്ച് വരുത്തണം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ശ്രീനിവാസൻ നേരത്തെ പോയിട്ടുണ്ട്, പിന്നാലെ നമ്മളൊക്കെയും പോകും. അതുകൊണ്ട് ആരും ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്കവാറും അധികം താമസിച്ച് ഞാൻ പോകും. കാരണം ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് കാലിൻ്റെ അടിയിലൊരു സ്പോഞ്ച് വെച്ച പോലെയാണ്. സ്റ്റെപ്പൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് വെച്ച്, രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ച്, മൂന്നാമത്തെ സ്റ്റെപ്പ് വെച്ച്. അപ്പോൾ ഞാനിങ്ങനെ, അതുപോലെ തന്നെ ആരെയൊക്കെ ഞാനൊക്കെ ഇങ്ങനെ വഴിയിൽ കൂടെ നടക്കുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർക്ക് വളരെ ഭയഭക്തി ബഹുമാനത്തോട്. കാരണം എന്താ, നേരെ പടുവൃദ്ധൻ. അത് ഞാൻ വന്ന് കണ്ണാടിയിൽ നോക്കും, അത്ര വലിയ കുഴപ്പമില്ലല്ലോ എന്ന് അതെനിക്ക് തോന്നണതല്ലേ. അപ്പം അങ്ങനെയാണ് വൺ ഡേ മൃത്യു എപ്പോഴും അതെ, മൃത്യു സന്നിഹിതമാണ്, നമ്മളോടൊപ്പമുണ്ട്, പിന്നാലെയുണ്ട്. ജനിച്ചു വീഴുന്ന സമയത്ത് തന്നെ അവൻ പുറകിലുണ്ട്. എപ്പോഴാണ് പുറകിൽ? അതേ നീ മതിയിട്ടോ, നീ നമുക്ക് ഒരുമിച്ച് പോകാം, യാതൊരു സംശയമില്ലാതെ, വിത്തൗട്ട് എനി ഡൗട്ട് ഹി വിൽ കം. വെറുതെ അല്ല, വിത്ത് ഈസ് ഓട്ടോറിക്ഷ, ഫേമസ് ഓട്ടോറിക്ഷ, പോത്തിൻ്റെ പുറത്തവൻ വരും. ആ സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് അപ്പോയിൻറ്റഡ് ടൈമിൽ കറക്റ്റ് ടൈമിലാണ് വരിക. വരുന്ന സമയത്ത് നമ്മൾ അതുവരെ പറയും, എനിക്ക് ചത്തുപോയാൽ മതി, എൻ്റെ ദൈവം, എനിക്ക് ചത്തുപോയാൽ മതി, പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു, ഈ ലോകത്തെ കൊണ്ട് തോറ്റു, എനിക്ക് കാല് വേദന, നെഞ്ച് വേദന, തലവേദന, കണ്ണ് ശരി കാണാൻ പറ്റില്ല, പല്ലൊക്കെ കൊഴിഞ്ഞു പോയി, ചത്തുപോയാൽ മതി. പക്ഷേ കാലൻ വന്ന് വാൽമ കൂട്ടിയിട്ട് വാല് ഉറക്കുമ്പോൾ കയറായിട്ട് നിൽക്കണ്ടാവും. പോവാ ഇപ്പോഴാ? അത് നമുക്ക് ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ടേ മതിയാവൂ. നിത്യസന്നിഹിതോ മൃത്യു എപ്പോൾ വേണമെങ്കിലും വരാം. ശ്രീനിവാസന് വിട നൽകാം. നമസ്കാരം.